വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവനാ. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മെ എല്ലാവരെയും ഈശോയുടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. അമ്മയുടെ ശക്തമായ സംരക്ഷണം ഈ ശുശ്രൂഷയിൽ ഉടനീളം ഉണ്ടാകുന്നതിനു വേണ്ടി നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. നമ്മൾ ശ്രവിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളെ കൂടുതൽ സ്വീകാര്യതയോടുകൂടി ഏറ്റെടുത്തുകൊണ്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ ജീവിക്കുവാനുമുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരിത ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 5 തിരുവചനങ്ങൾ 16ഉം 17ഉം ഈ നിമിഷം നമുക്കൊന്ന് ധ്യാന വിഷയമാക്കാം. ആ വചനം നമ്മളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ആ വചനം വായിക്കുമ്പോൾ നമുക്കൊരു വലിയ ഒരു ആത്മീയ ഉണർവും ഒരു അഭിഷേകവും ഒരു സന്തോഷമൊക്കെ തോന്നുന്നൊരു വചനമാണ്. വചനം ഇങ്ങനെയാണ്: എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കണം. ഇതാണ് യേശു ക്രിസ്തുവിന് നിങ്ങളെക്കുറിച്ചുള്ള തിരുഹിതം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിക്കേണ്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ് വചനത്തിലൂടെ നമുക്ക് മനസ്സിലായത്. ആദ്യത്തെ കാര്യം, നമ്മളെപ്പോഴും സന്തോഷിക്കണമെന്നാണ് പറയുന്നത്. എപ്പോഴും നമ്മൾ സന്തോഷിക്കുക. രണ്ടാമത്തെ കാര്യം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ കാര്യം, എല്ലാ കാര്യങ്ങളിലും നമ്മൾ നന്ദി പ്രകാശിപ്പിക്കണം. ഈശോ ഒരു വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷയിലൂടെ വചനാടിസ്ഥാനത്തിൽ നമ്മളോട് സംസാരിച്ചത്. പ്രിയപ്പെട്ടവരെ, എപ്പോഴും സന്തോഷിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, ആനന്ദിച്ച് ആഹ്ലാദിക്കേണ്ടതിനെക്കുറിച്ച്. നമ്മളെപ്പോഴും ജീവിതത്തിൽ ആനന്ദിക്കണമെന്നും ആനന്ദിച്ച് ആഹ്ലാദിക്കണമെന്നും പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വചനം നിങ്ങളെപ്പോഴും സന്തോഷിക്കുവിനെന്ന്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ സന്തോഷമുള്ളവരായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണല്ലോ സന്തോഷം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന് എപ്പോഴും സന്തോഷം വേണം. സ്വാഭാവികമാണ്, നമ്മളെല്ലാവരും മനുഷ്യരായതുകൊണ്ട് തന്നെ എപ്പോഴും സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, എങ്ങനെയാണ് എപ്പോഴും സന്തോഷിക്കാൻ സാധിക്കുന്നത്? ജീവിതമാകുമ്പോൾ കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്,
ചില ദുഃഖങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. ഇതെല്ലാം കൂടിച്ചേരുന്നതാണ് നമ്മുടെ ജീവിതം. തീർച്ചയായിട്ടും നമ്മളങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന അനുഭവങ്ങളുണ്ടാകുമ്പോഴും സങ്കടങ്ങളുണ്ടാകുന്ന അനുഭവങ്ങളുണ്ടാകുമ്പോഴും നമ്മുടെ മനോഭാവം ആനന്ദം നിറഞ്ഞതായിരിക്കണം, സന്തോഷം നിറഞ്ഞതായിരിക്കണം. കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ഒരു കർത്താവ് ഉണ്ട്, ആ കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ട് എന്ന ബോധ്യമുള്ള എല്ലാവരും തിരിച്ചറിയുന്ന കാര്യമുണ്ട്. ജീവിതത്തിൽ നിരാശ തോന്നുമ്പോഴും പരാജയങ്ങളുണ്ടാകുമ്പോഴും സങ്കടങ്ങളുണ്ടാകുമ്പോഴും ആ വ്യക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കും, ഇതൊക്കെ എൻ്റെ കൂടുതൽ നന്മയ്ക്ക് വേണ്ടി, എൻ്റെ കൂടുതൽ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ദുഃഖിച്ച് എൻ്റെ സമയവും എൻ്റെ ജീവിതവും എൻ്റെ ആരോഗ്യവും ഞാൻ പാഴാക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, ഭൗതികമായ കുറേ കാര്യങ്ങൾ നമുക്ക് സന്തോഷം തരും. നമുക്ക് സന്തോഷം തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പം നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? ചില വ്യക്തികൾ പറയും കൂട്ടുകാരോടൊത്ത് ഉല്ലസിക്കുന്ന സമയം. ചിലർ പറയും ഒരു സിനിമയ്ക്ക് പോകുന്നത്. ചിലർ പറയും ഒരു പുസ്തകം വായിക്കുന്നത്. അങ്ങനെ സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ സന്തോഷം എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഇതെല്ലാം ഒരു ഭൗതികമായ സന്തോഷമാണ്. ഭൗതികമായ സന്തോഷത്തിൻ്റെ പിന്നാലെ പോകുന്ന വ്യക്തികൾക്ക് എവിടെയെങ്കിലും വെച്ച് കാലിടറുമ്പോൾ, കുറവുകൾ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് മുഖം മാറുന്നു, സന്തോഷം കെട്ടുപോകുന്നു, അസ്വസ്ഥതകൾ കടന്നു വരുന്നു, നിരാശകൾ കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഈ ലോകമെന്ന് പറയുന്നതും ലോകത്തിൻ്റെ ഓരോ കാര്യങ്ങളും താൽക്കാലികം മാത്രമാണ്. കാരണം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നതെന്ന സത്യാവസ്ഥ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒന്നും സ്ഥായിയായി നിലനിൽക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഭൂമിയിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സാഹചര്യങ്ങൾ, സ്ഥലങ്ങൾ, സന്ദർഭങ്ങൾ ഒന്നും സ്ഥായിയായി ഈ ലോകാവസാനത്തോളം നിലനിൽക്കില്ല. അപ്പോൾ ഭൗമികമായ സന്തോഷത്തിൻ്റെ പിന്നാലെ പോകുന്ന വ്യക്തികൾ ചിന്തിച്ചുകൊള്ളൂ, അവരുടെ സന്തോഷം എന്ന് പറയുന്നത് വെറും താൽക്കാലികമായ ഒന്ന് മാത്രമാണ്. ഇനി നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മുടെ സന്തോഷം കുറഞ്ഞു വരുമ്പോൾ, നിരാശ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം, മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് എന്നാണ് പറയുന്നത്. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. എൻ്റെ മനസ്സിൽ ഒരു ദുഃഖവും സങ്കടവും ഉണ്ടായാൽ ആദ്യം അത് പ്രതിഫലിക്കുന്നത് നമ്മുടെ മുഖത്താണ്. നമ്മുടെ മുഖത്ത് ഭാവങ്ങൾ മാറുന്നു, രൂപങ്ങൾ മാറുന്നു, പ്രകാശം കുറഞ്ഞു വരുന്നു, ചൈതന്യം കുറഞ്ഞു വരുന്നു, സന്തോഷത്തിൻ്റെ ഭാവം ഇല്ലാതായി വരുന്നു. ഇത് കാണുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ ഭാരമുണ്ട് എന്ന്. എനിക്ക് തോന്നുന്നു, നമ്മളോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരു വ്യക്തി, എന്നും നമ്മളെ കണ്ടുമുട്ടുന്നൊരു വ്യക്തി, എന്നും നമ്മളോട് സംസാരിക്കുന്ന ഒരു വ്യക്തി, നമ്മുടെ സംസാരത്തിലൊരു മാറ്റം വരുമ്പോൾ, നമ്മുടെ സന്തോഷത്തിനൊരു കുറവ് വരുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്ന്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, കൂടപ്പിറപ്പുകൾ നമ്മളോട് ചിലപ്പോൾ ചോദിക്കും, എന്തു പറ്റി, ഇന്ന് മുഖത്ത് വലിയ സന്തോഷമൊന്നും ഇല്ലല്ലോ, എന്തു പറ്റി, സംസാരത്തിനൊന്നും രസമൊന്നും ഇല്ലല്ലോ.
കാരണം നമ്മുടെ സംസാരത്തിലൂടെയും നമ്മുടെ മുഖഭാവത്തിലൂടെയും അവർ തിരിച്ചറിഞ്ഞു നമ്മുടെ മനസ്സിൽ എന്തോ വിഷമമുണ്ട് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് മറാഠിയിൽ നടക്കുന്ന ഒരു ധ്യാനം, അതിനിടയിൽ 2-3 സെൻറ്റൻസുകൾ മറാഠിയിൽ സംസാരിച്ചു. ഇങ്ങനെയാണ് അത് കടന്നുപോയത്. ജോറാനെ ബോല, ജോറാനെ ബോലുയ്യ എന്ന് പറഞ്ഞാൽ ഉച്ചസ്വരത്തിൽ നിങ്ങൾ പറയുക. അപ്പോൾ ജോറാനെ ബോലുയ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉച്ചസ്വരത്തിൽ പറയുക എന്നാണ് മറാഠിയിൽ അത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ജോറാനെ ബോലുയ്യ ഹാലേലുയ്യ എന്ന് പറയുമ്പോൾ ജനം ഉച്ചസ്വരത്തിൽ ഹല്ലേലുയ്യ എന്ന് പറയും. അതിനുശേഷം അടുത്ത ഒരു സെൻറ്റൻസാണ് ആനന്ദാനേ ബോലുയ്യ ഹാലേലുയ്യ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ആനന്ദത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ കൈകൾ ഉയർത്തി ആനന്ദത്തോടെ ഹല്ലേലൂയ എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, മൂന്നാമത് വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഹസൂൺ ബോലുയ്യ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് ഹല്ലേലൂയ പറയും. 2-3 വട്ടം വീണ്ടും വീണ്ടും ഇങ്ങനെ ആളുകളോട് ചോദിച്ച് ആ അന്തരീക്ഷം ഒരു ആനന്ദകരമാക്കിയപ്പോൾ അതിനിടയിൽ നിന്നും ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറയാൻ പറ്റുന്നില്ല. ആ സ്ത്രീക്ക് ഹല്ലേലൂയ എന്ന് വാക്ക് പറയുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവുന്നു. മുഖത്ത് പ്രസാദമില്ല, സന്തോഷമില്ല, പുഞ്ചിരിയില്ല. ധ്യാനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, എല്ലാവരോടും ചിരിച്ച് ഹല്ലേലൂയ പറയാൻ പറഞ്ഞു, പക്ഷേ എനിക്ക് ചിരിക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. ആ മനസ്സിലെ വിഷമങ്ങളും സങ്കടങ്ങളും വെച്ചുകൊണ്ട് എങ്ങനെയാണ് എനിക്ക് ചിരിച്ച് ഹല്ലേലൂയ പറയാൻ പറ്റുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സുഖങ്ങൾ കടന്നു പോകും, നമ്മൾ കണ്ടുമുട്ടുന്ന ചില ലൗകികമായ സൗകര്യങ്ങളെല്ലാം കടന്നു പോകും. പക്ഷേ നമുക്ക് സ്ഥായിയായ സന്തോഷം എന്ന് പറയുന്നത് അത് മറ്റൊരിടത്തുമല്ല, അത് ദൈവത്തിലാണ്. ദൈവത്തിൻ്റെ സന്തോഷം സ്ഥായിയാണ്, നിത്യമാണ്, എന്നും നിലനിൽക്കുന്നതാണ്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നുള്ള ഒരു സന്തോഷകരമായ ജീവിതമാണ് നമ്മളെല്ലാവരും നയിക്കേണ്ടത്. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ സ്വന്തമാക്കുന്നതും നേടിയെടുക്കുന്നതുമായ സന്തോഷത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഒരു ദിവസം ഈ സന്തോഷം അങ്ങ് തകർന്നു പോകുമ്പോൾ നമുക്ക് താങ്ങാനാവാത്തതിനപ്പുറത്തുള്ള സങ്കടം കടന്നു വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഈ നിത്യമായ സന്തോഷം തരുവാൻ കഴിവുള്ള ദൈവത്തിലേക്കാണ് നമ്മളുടെ ഹൃദയം ഉയർത്തേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യമേ ഞാൻ വെച്ചു പുലർത്തേണ്ടത് മറ്റൊന്നുമല്ല. ഞാൻ വെച്ചു പുലർത്തേണ്ടത് നല്ല ഒരു ദൈവ അവബോധമാണ്. നല്ല ഒരു ദൈവ അവബോധം ഞാൻ എൻ്റെ ജീവിതത്തിൽ വളർത്തിയെടുക്കുക. മറ്റെന്തിനേക്കാൾ ഉപരിയായി നല്ല ഒരു ദൈവ അവബോധം, ദൈവത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക, ദൈവത്തോട് കൂടുതലായിട്ട് സമയം ചെലവഴിക്കുക. അങ്ങനെ ദൈവവുമായിട്ടുള്ള ഒരവബോധവും ബന്ധവും ഞാൻ സ്ഥിരം വളർത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും കർത്താവിൻ്റെ സ്നേഹം അതൊരിക്കലും നഷ്ടപ്പെടുന്ന സ്നേഹമല്ല, അത് സ്ഥായിയായി നിലനിൽക്കുന്ന സ്നേഹമാണ്. കർത്താവ് നമ്മളെ ആരെയും ഉപേക്ഷിച്ച് പോവില്ല. അത് കർത്താവ് തരുന്ന ഉറപ്പാണ്. തൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് അവിടുന്ന് തരുന്നൊരു ഉറപ്പാണത്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ചേർന്ന് നിൽക്കാം, നമുക്ക് കൂടെയായിരിക്കാൻ സാധിക്കും. ഈ ഒരു ദൈവ അവബോധം നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും വളർത്തിയെടുക്കുകയാണെങ്കിൽ
നിത്യമായ സന്തോഷത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കും. ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. എനിക്ക് എപ്പോഴും സന്തോഷത്തിൽ നിലനിൽക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കണം: സകല നന്മകളുടെയും ഉറവിടം ദൈവമാണ് എന്ന്. സകല നന്മകളുടെയും ഉറവിടം ദൈവമാണ്. അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ കർത്താവ് സകല നന്മകളുടെയും ഉറവിടമാണെങ്കിൽ ആ ഉറവിടത്തിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. കാരണം ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും അതിൻ്റെ ഉറവിടം, സ്രോതസ് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നാണ്, മറ്റൊരു വ്യക്തിയിൽ നിന്നുമല്ല. ദൈവം തരുന്നതേ നമുക്കുള്ളൂ. ദൈവം തരാത്തതായിട്ട് ഒന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. നമ്മൾ ദൈവത്തോട് ആരായുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തിൽ നിന്ന് എന്നിലേക്ക് കടന്നു വരട്ടെ അവിടുത്തെ അനുഗ്രഹങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിലൂടെ നെയ്മഞ്ഞൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഈശോ പറഞ്ഞു കൊടുക്കുന്നതാണ്: നീയും പോയി അതുപോലെ ചെയ്യുക എന്ന്. നീയും പോയി അതുപോലെ ചെയ്യുക എന്ന്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലൂടെ ഈശോ പ്രതീക്ഷിക്കുന്നുണ്ട് നന്മ പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത്. ഈ നന്മ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ, നിസ്വാർത്ഥമായ സേവനം നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ, സകല നന്മകളുടെയും ഉറവിടമായ ദൈവത്തിൽ നിന്ന് ഞാൻ അനുഗ്രഹം സ്വന്തമാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോയോട് നമുക്ക് ചേർന്ന് നിൽക്കുമ്പോൾ, ഈശോയെ നമുക്ക് തരുന്ന ആ അനുഗ്രഹം സ്വന്തമാക്കുമ്പോൾ, ആ അനുഗ്രഹത്തിൽ നിന്ന് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഈ ദൈവത്തിൻ്റെ നന്മ ഒഴുക്കി വിടുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന് നന്മ കൊടുക്കുമ്പോൾ, അത് നിത്യമായ ഒന്നാണ്. കാരണം ഈശോയിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ കൃപയല്ലേ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ മാനുഷികതയല്ല പ്രധാനമായും കാണേണ്ടത്, മറിച്ച് ദൈവീകതയാണ്. ഈശോയോട് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് യഥാർത്ഥ സന്തോഷം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മുടെ സന്തോഷം എങ്ങനെയാണ് കെട്ടുപോകുന്നത്? പല രീതിയിൽ നമ്മുടെ സന്തോഷം നമുക്ക് നഷ്ടപ്പെടാൻ ഇടവരുന്നുണ്ട്. പല രീതിയിൽ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും. ഒരു ഉദാഹരണത്തിന്, ആരെങ്കിലും നമ്മളെ അപമാനിച്ച്, നമ്മളെ കുറ്റപ്പെടുത്തി, നമ്മളെ പഴിചാരി കുത്തുവാക്കുകൾ പറഞ്ഞാൽ നമ്മുടെ മനസ്സ് വിഷമിക്കും, നമ്മുടെ മനസ്സ് വേദനിക്കും. അതിൽ യാതൊരു മാറ്റവുമില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ എൻ്റെ അമ്മയോട് ഞാൻ പറയും: അമ്മേ, ഇന്ന സമയത്തൊക്കെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. ആ പീരീഡുകളൊക്കെ ബുദ്ധിമുട്ടുള്ള പീരീഡുകളാണ്, ചോദ്യങ്ങൾ ചോദിക്കുന്ന പീരീഡുകളാണ്, ടീച്ചർമാർ അടിക്കുകയും ചെയ്യുന്ന പീരീഡുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ടീച്ചർമാരുടെ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ഒരു ബലം കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ അമ്മയോട് പറയും: അമ്മേ, ആ സമയത്ത് ഇന്ന മണിക്കൂർ തുടങ്ങി ഇന്ന മണിക്കൂർ വരെ ഈ സമയത്തിനുള്ളിൽ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. അമ്മ പറയും: ഞാൻ പ്രാർത്ഥിച്ചേക്കാം. അങ്ങനെ ഞാൻ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ, എൻ്റെ മുഖത്തിൻ്റെ ഭാവം കണ്ടു കഴിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് മനസ്സിലാവും ഞാൻ ഇന്ന് ഉത്തരം പറഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യം. അത് അറിയാൻ വേണ്ടി അമ്മയ്ക്ക് സ്കൂളിൽ വന്ന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. മറിച്ച് എൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം അമ്മയ്ക്ക് കിട്ടും. ഞാൻ ഒന്നും മിണ്ടാതെ മാറി മാറി നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മയ്ക്ക് മനസ്സിലാവും എനിക്കിന്ന് ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല. ഇനി ഞാൻ സ്കൂൾ വിട്ട് വന്ന് ഭയങ്കര സന്തോഷ പ്രകടനങ്ങൾ നടത്തുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു, ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സന്തോഷമാണിതെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലെ സന്തോഷം നഷ്ടപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. നമ്മളെല്ലാവരും അത് അംഗീകരിക്കണം. ഇനി മനസ്സിലൊരു കോപം കടന്നു വരുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ കോപമോ വിദ്വേഷമോ ഉണ്ടാകുമ്പോൾ
സന്തോഷം നഷ്ടപ്പെടുന്ന അവസ്ഥയാണല്ലോ അത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കോപത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ അവസ്ഥയെ നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ സന്തോഷം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഒരേ സമയം കോപവും സന്തോഷവും നിലനിൽക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കോപം വരുമ്പോൾ, കോപമുണ്ടാകുമ്പോൾ ഇതെൻ്റെ ജീവിതത്തിന് നല്ലതല്ല, എൻ്റെ സന്തോഷം കെടുത്തിക്കളയുന്നതാണെന്ന ബോധ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. കോപിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു വ്യക്തിയോടാണ് നമ്മൾ കോപിക്കുന്നത്. ആ വ്യക്തിയോടുള്ള കോപം ഞാൻ എൻ്റെ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്നത് കൊണ്ട് എനിക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത്? നമ്മളൊന്ന് ചിന്തിച്ച് വിലയിരുത്തേണ്ട കാര്യമാണ്. ഒരു പക്ഷേ അവരിൽ നിന്നും എനിക്ക് കിട്ടിയ ചില വേദനകളാണ് എനിക്ക് കോപമുണ്ടാകാനുള്ള കാരണമായി വന്നത്. എന്തുമായിക്കൊള്ളട്ടെ. പക്ഷേ ഈ കോപം ഞാൻ എൻ്റെ ജീവിതത്തിൽ വെച്ച് പുലർത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കോപത്തിൻ്റെ തീ എൻ്റെ മനസ്സിൽ കിടന്നുകൂടി എന്നിലെ സന്തോഷവും ആനന്ദവും കെടുത്തിക്കളയും. വീണ്ടും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, കോപമെന്ന വിഷം ഞാൻ കഴിക്കുന്നത് വഴിയായി മരിക്കുന്നത് മറ്റൊരാളല്ല, മറിച്ച് വിഷം കഴിച്ചിരിക്കുന്നത് ഞാനാ. മരിക്കുന്നത് ആരാ? ഞാൻ തന്നെയാണ് മരിക്കുന്നത്. മറ്റേയാൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല. എന്തിനാണ് ഒരാവശ്യവുമില്ലാതെ, ഒരു കാര്യവുമില്ലാതെ നമ്മൾ വിഷം കഴിക്കുന്നത്? നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട കാര്യമാണ്. നമ്മുടെ മനസ്സിലേക്ക് ഈ ചിന്തകൾ നമ്മളൊന്ന് കൊണ്ടുവരണം. നമുക്കൊരു വ്യക്തിയോട് കോപമുണ്ടെങ്കിൽ, ഒരു വ്യക്തിയോട് വെറുപ്പുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്തുന്നതിന് ഇടവരുത്തുകയുള്ളൂ. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്തുന്നതും സന്തോഷം നഷ്ടപ്പെടുത്തുന്നതുമായ ജീവിത സാഹചര്യങ്ങളെയും ജീവിത മേഖലകളെയും ഒഴിവാക്കി ആത്മീയ മേഖലയിൽ മുന്നേറാനായി പരിശ്രമിക്കുക. ഹല്ലേലൂയ. നമുക്ക് നിരുപാധികം ക്ഷമിക്കുവാനുള്ള കൃപ വേണം. നിരുപാധികം നമ്മൾ ക്ഷമിക്കണം. നിരുപാധികം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയിലേക്ക് നോക്കി, ഈശോയുടെ കുരിശുരൂപത്തിലേക്ക് നോക്കി, ഈശോ ചെയ്തതും ഈശോ കാണിച്ചു തന്നതുമായ കാര്യങ്ങളിലേക്ക് നോക്കി ധ്യാനിക്കുമ്പോൾ മാത്രമേ നിരുപാധികം ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം ചില വ്യക്തികളൊക്കെ പറയും, എങ്ങനെ ക്ഷമിക്കാനാണ്? കാരണം അത്രമാത്രം ബുദ്ധിമുട്ടും വേദനയും മറ്റുള്ളവരിൽ നിന്ന് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് കേൾക്കുമ്പോൾ ശരിയാണ്. പക്ഷേ എന്നാൽ പോലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ക്ഷമയുടെ ഏറ്റവും വലിയ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നു, നിങ്ങൾ നിരുപാധികം ക്ഷമിക്കുക. ഈശോയുടെ വചനം ജീവിതത്തിൽ സ്വീകരിക്കുകയും വചനമനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ആ കൃപ കടന്നു വരും. നിരുപാധികം ക്ഷമിക്കുവാനുള്ള കൃപ കടന്നു വരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവരോടൊന്ന് ക്ഷമിച്ചു നോക്കിക്കുക. അങ്ങനെ അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മുടെ മനസ്സിന് എന്തുമാത്രം സന്തോഷമായി, നമ്മുടെ മനസ്സിന് എന്തുമാത്രം ഒരു ആശ്വാസമായി. ആ ആശ്വാസം നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തെ നമ്മളെപ്പോഴും സുരക്ഷിതമാക്കിക്കൊണ്ടിരിക്കണം. ജീവിതം സുരക്ഷിതമാക്കണം. എങ്ങനെയാണ് ജീവിതം സുരക്ഷിതമാക്കേണ്ടത്? അത് യേശുവിനോട് കൂടെയായിരുന്നു കൊണ്ടാണ് ജീവിതം സുരക്ഷിതമാക്കേണ്ടത്. യേശുവിനോട് കൂടെയായിരിക്കും എന്ന് പറഞ്ഞാൽ വചനം നമ്മൾ വായിച്ച് വചന അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആ വചനത്തിൻ്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് ചിലതിനെ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ, ചിലതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരാവശ്യം. നിരന്തരം പ്രാർത്ഥിക്കണം എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് പ്രാർത്ഥിക്കണം എന്നല്ല, മറിച്ച് നിരന്തരം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദൈവ അവബോധത്തോടെയും ദൈവ വിചാരത്തോടു കൂടിയും നമ്മൾ എപ്പോഴും ജീവിക്കുക എന്നാണ് അർത്ഥം. ദൈവ സാന്നിധ്യ സ്മരണ
നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ചില ആത്മീയ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്വാസം വിടുമ്പോഴും ശ്വാസം എടുക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. ശ്വാസം വിടുമ്പോൾ ഈശോയേ എന്ന് പറഞ്ഞ്, ശ്വാസം എടുക്കുമ്പോൾ വീണ്ടും ഈശോയേ എന്ന് പറഞ്ഞ്. അപ്പോൾ ശ്വാസം വിടുമ്പോഴും ശ്വാസം എടുക്കുമ്പോൾ പോലും യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ മനസ്സിൽ നമ്മൾ ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അത്രമാത്രം ദൈവ സാന്നിധ്യ സ്മരണ നമ്മളിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് എനിക്ക് പള്ളിയിൽ പോയി എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ പ്രാർത്ഥനാ മുറിയിൽ പോയിരുന്ന എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. മറിച്ച് ഞാൻ കടന്നു പോകുന്ന വഴികളിൽ, ഞാൻ സഞ്ചരിക്കുന്ന മേഖലകളിൽ എൻ്റെ മനസ്സിൽ ഒരു ദൈവ അവബോധവും ദൈവവിചാരവും വളർത്തിയെടുത്ത് യേശുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ മുന്നേറാനായിട്ട് പരിശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ വചനം ഇപ്രകാരം പറഞ്ഞു വെച്ചു, എല്ലാ കാര്യങ്ങളിലും നമ്മൾ നന്ദി പ്രകാശിപ്പിക്കണമെന്ന്. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കണമെന്ന്. ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പരിപരുത്ത യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് ഈ ലോകത്തിൻ്റെതായ സത്യം നമ്മൾ അറിയേണ്ടതും സത്യത്തിൻ്റെ ഭാഗവുമാണത്. കാരണം എല്ലാം ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞത് മാത്രമായിരിക്കില്ല, സങ്കടങ്ങൾ നിറഞ്ഞതും ഉണ്ടായിരിക്കും. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മകൾ കടന്നു വന്നെങ്കിൽ പോലും ആ തിന്മ ഉണ്ടാക്കിയ സാഹചര്യത്തിൽ അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു നന്മ കാണും. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു നന്മ കാണും. അതാണല്ലോ വചനം പറയുന്നത്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, കാരണം ദൈവത്തിൻ്റെ ചട്ടങ്ങൾ പഠിക്കാൻ അതെനിക്ക് കാരണമായി എന്ന്. അപ്പോൾ ചില ദുരിതങ്ങളിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ വെച്ചു പുലർത്തണം നന്ദി. 10 കുഷ്ഠരോഗികൾ ഈശോയുടെ തിരുസന്നിധിയിൽ കടന്നു വന്നു. അവർ 10 പേരും സുഖപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 9 പേര് തിരിച്ചുപോയി. ഒരാൾ തിരിച്ചു വന്ന് ഈശോയോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈശോ നമ്മളിന്നും ആഗ്രഹിക്കുന്നുണ്ട് നന്ദി. എൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത്, എല്ലാ കൃപകളെയും ഓർത്ത് അവിടുത്തോട് നന്ദി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും കുറിച്ച് നമ്മൾ നന്ദി പറയണം. എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും കുറിച്ച് ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും സായം സന്ധ്യയിൽ ഞാൻ കിടക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ നാവിൽ ഉരുവിടേണ്ട സ്വരമാണ്, ശബ്ദമാണ് നന്ദി എന്ന പദം. യേശുവേ, ഇന്നേ ദിനം നീ തന്ന എല്ലാത്തിനെയും ഓർത്ത്, എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു നന്ദിയുടെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കട്ടെ. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.